ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് അച്ഛനും മകനും തമ്മിലുള്ള ഒരു കണക്ക് പറച്ചിൽ കേൾക്കാം കേട്ടോ. ചില വീട്ടിലൊക്കെ നമ്മളിത് കേട്ട് കാണും. നമുക്ക് വഴിതെറ്റി പോകുന്ന ഒരു മകന് അച്ഛൻ കൊടുക്കുന്ന ഉപദേശങ്ങൾ കേൾക്കാം. ചില വലിയ വീട്ടിലൊക്കെ, വലിയ വീടെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് കുറച്ച് മുന്നോട്ട് നിൽക്കുന്ന വീട്ടിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവും. മക്കളൊക്കെ ഒരുപാട് പൈസ ദൂർത്തടിച്ചങ്ങ് മുന്നോട്ട് പോകില്ലേ. അവർക്ക് വരും വരകളെ പറ്റിയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ പറ്റിയോ ഒന്നും അറിയാത്ത മക്കളായിരിക്കും. അച്ഛനും അമ്മയും സമ്പാദിച്ച് വെച്ചിരിക്കുന്ന പൈസ ഒരു കണക്കൂല്ലാതെ വെറുതെ കൊണ്ടുപോയിട്ട് ചിലവാക്കുക. അത് പാരന്റ്സിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ പാരന്റ്സ് വിളിച്ചിട്ട് കുറച്ചൊക്കെ ഉപദേശിക്കാൻ നോക്കും. അങ്ങനെയുള്ള ഒരു ഉപദേശത്തിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കേൾക്കാൻ പോകുന്നത്. മോനെ, എനിക്ക് നിന്നോട് ഒന്ന് സംസാരിക്കണം. മോനെ എന്ന് പറയുന്നതിന് ബേട്ട, ഞാൻ തുംസെ ബാത് കർണ ചാത്ത ഹോ, നിന്നോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ചാഹിന എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുക, തുംസെ നിന്നോട്, ബാത് കർണ എന്ന് പറഞ്ഞാൽ സംസാരിക്കുക. എനിക്ക് നിന്നോട് സംസാരിക്കണം, ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നിന്നോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ഇത് ഇങ്ങനെ ഒരു മുഹാവര അല്ലെ എന്താ പറയാ, ഒരു ആമുഖത്തോടു കൂടി നമ്മൾ പറയുന്ന എന്തെങ്കിലും കാര്യമായിട്ടുള്ള എന്തെങ്കിലും പറയണമെങ്കിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ആമുഖത്തോടു കൂടി പറയാം. അല്ലെങ്കിൽ നേരിട്ടങ്ങ് പറയല്ലേ ചെയ്യാം. നമ്മൾ നോർമലി വീട്ടിൽ സംസാരിക്കുമ്പോൾ ആരോടും മോനെ സംസാരിക്കണം, അല്ലെങ്കിൽ ഒരാളെ വിളിച്ചു നിർത്തിയിട്ട് എനിക്ക് നിന്നോട് സംസാരിക്കണം എന്ന് അങ്ങനെ പറയില്ല. ഒരു ഇത്ര ഫോർമാലിറ്റിയുടെ ആവശ്യം വരുന്നില്ല. ഇത് കാര്യമായിട്ട് എന്തോ ഒന്ന് സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ബേട്ട, മേ തുംസെ ബാത് കർണ ചാത്താ ഹൂം. മോനെ, ഞാൻ നിന്നോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു, അല്ലെങ്കിൽ എനിക്ക് നിന്നോടൊന്ന് സംസാരിക്കണം. അപ്പൊ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും അവിടെ എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എന്തോ നടക്കാൻ പോകുന്നുണ്ട്. നിന്റെ ചിലവ് കൂടുന്നുണ്ട്. തുമാര ഖർച്ച ജാദാ ഹോ രഹാ ഹെ. തുമാര, നിന്റെ, ഖർച്ച എന്ന് പറഞ്ഞാൽ ചിലവാണ് കേട്ടോ. ജാദാ ഹോ രഹാ ഹെ, കൂടുന്നുണ്ട്. എക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതിനേക്കാളും കുറച്ച് കവിയുമ്പാണ് ജാദാ ഹോ രഹാ ഹെ. ചില കുട്ടികളുണ്ടല്ലോ, കുറേ പൈസ വീട്ടിൽ നിന്ന് വാങ്ങിയിട്ട് പോക്കറ്റ് മണി ആയിട്ട് വാങ്ങിയിട്ടോ അല്ലെങ്കിൽ കാർഡ് ഉപയോഗിച്ചിട്ടോ ഒക്കെ. അപ്പം കാർഡിന്റെ സിസ്റ്റം ആണല്ലോ. പോക്കറ്റ് മണി ആയിട്ട് വാങ്ങില്ല, അവരച്ഛൻ്റെ കാർഡ് ഉണ്ടാവും, അവരുടെ കയ്യിൽ അമ്മയുടെ കാർഡ് ഉണ്ടാവും, ഏതിനാ ഇഷ്ടം പോലെ എടുത്ത് ചിലവാക്കും. അപ്പൊ അങ്ങനെ ചിലവ് ആക്കി ജീവിക്കുമ്പം നമുക്കുണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ടും നമ്മൾ എങ്ങനെ അത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് കാണുന്നത്. നിന്റെ ചിലവ് കൂടുന്നുണ്ട്, തുമാര ഖർച്ച ജാദാ ഹോ രഹാ ഹെ. ഇത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് അച്ഛന്റെ ഡ്യൂട്ടി ആണല്ലോ അല്ലെ, മക്കളെ വഴി തെറ്റി പോകുമ്പോൾ. എനിക്കതിൽ വളരെ വിഷമമുണ്ട്. മേ ഇസ് ബാത് സെ ബഹുത് ദുഃഖി ഹൂം. ഞാൻ ഇസ് ബാത് സെ, ഈ കാര്യത്തിൽ, ബഹുത് ദുഃഖി ഹൂം, വളരെ വിഷമിക്കുന്നു. എനിക്ക് വളരെ വിഷമമുണ്ട് നീ ഇങ്ങനെ ചെയ്യുന്നതിൽ. മീൻസ് പാരന്റ്സ് കുറെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും കുറെ ബുദ്ധിമുട്ടൊക്കെ സഹിച്ചിട്ടായിരിക്കും ഇത്രയും പൈസയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. അല്ലാണ്ട് പൈസ അങ്ങോട്ട് പൊട്ടി വീഴുന്നൊന്നല്ലല്ലോ, മരത്തുനിന്ന് വീഴുന്ന കാര്യമൊന്നുമല്ലല്ലോ. അപ്പൊ കുറെ അധ്വാനിച്ചുണ്ടാക്കി വെക്കുമ്പോൾ മക്കൾ അത് ലാവിഷായിട്ട് സ്പെൻഡ് ചെയ്യുക, ആവശ്യമില്ലാത്തടത്ത് സ്പെൻഡ് ചെയ്യുക, ഒട്ടും ചിന്തിക്കാതെ ചിലവാക്കുക ചെയ്യുമ്പം പാരന്റ്സിന് ഭയങ്കര വിഷമമായിരിക്കും. ആ പൈസ ഒക്കെ ഇങ്ങനെ ദൂർത്തടിച്ച് തീർത്താൽ പിന്നെ അവരുടെ ഭാവി എങ്ങനെ ഉണ്ടാവും, അതോർത്തിട്ടാണ് പാരന്റ്സിനുള്ള കൺസേൺ അല്ലെ, അവരുടെ വേദന അതായിരിക്കും. അച്ഛൻ എന്താ പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പാപ്പ ക്യാ ബാത് കർ രഹേ ഹെ. പാപ്പ എന്ന് പറഞ്ഞ അച്ഛൻ, ക്യാ ബാത് കർ രഹേ, എന്താ സംസാരിക്കുന്നത്. മുജേ കുച്ച് സമഞ്ച് മേ നീ ആ രഹാ ഹെ എന്ന് പറഞ്ഞാല് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മുജേ കുച്ച് സമഞ്ച് നീ ആ രഹ എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. പപ്പ ക്യാ ബാത് കർ രഹേ, പപ്പ എന്താ സംസാരിക്കുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് ഒരു കുട്ടികൾക്കും ഇതൊന്നും തുടക്കത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവർ ആ സ്റ്റേജിലൂടെ ഒന്നും കടന്നു പോയിട്ടില്ല. പണ്ടത്തെ കാലത്ത് പാരന്റ്സ് ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടി തന്നെ വളർന്നു വന്നവരായിരിക്കും. പണ്ടത്തെ കാലത്തൊന്നും ഇത്രയും എക്കണോമി നല്ലതല്ലായിരുന്നല്ലോ നമ്മുടെ ആരുടെ. ഇപ്പൊ എല്ലാവരും അധ്വാനിച്ചൊക്കെ നല്ല പൊസിഷനിലെത്തി. അപ്പൊ ഇപ്പം പിറക്കുന്ന കുട്ടികൾക്കൊക്കെ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും. നീ ആവശ്യമില്ലാതെ പണം ചെലവാക്കുന്നുണ്ട്. തും ബേവജ് പൈസ ഖർച്ച് കർ രഹേ ഹോ. നീ ബേവജ് എന്ന് പറഞ്ഞാൽ ഒരു കാരണവുമില്ലാതെ, പൈസ ഖർച്ച് കർന്ന് പറഞ്ഞാൽ പണം ചെലവാക്കുന്നുണ്ട്. ഓക്കെ, നീ ഒരു കാരണവുമില്ലാതെ പൈസ ചെലവാക്കുന്നുണ്ട്. തും ബേവജ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ, ഒരു കാര്യമില്ലാതെയൊക്കെ എന്തെങ്കിലും ചെയ്യുന്നതിനാണ് ബേവജ് എന്ന് പറയുന്നത്. വജ് എന്ന് പറഞ്ഞാൽ കാരണമാണ്, ബേവജ് കാരണമില്ലാതെ. പൈസ ഖർച്ച് കറോ, പൈസ ചെലവാക്കുന്നുണ്ട്, ഒരു കാര്യമില്ലാതെ നീ പൈസ ചെലവാക്കുന്നുണ്ട്. തും ബേവജ് പൈസ ഖർച്ച് കർ രഹേ ഹോ. കഴിഞ്ഞ മാസം നിന്റെ പോക്കറ്റ് മണി മാത്രം 45,000 ആയിരുന്നു. കഴിഞ്ഞ മാസം എന്നുള്ളതിന് പിछले മഹീനെ, മാത്രം എന്നുള്ളതിനാണ് സിർഫ്. തുമാര പോക്കറ്റ് മണി, നിന്റെ പോക്കറ്റ് മണി
45,000 റുപ്യത്തെ 45,000 എന്ന് പറഞ്ഞാൽ 45,000. 45-ന് 45 ആണ് പറയാ, 1000-ന് 1000 എന്ന് പറയും. അപ്പൊ 45,000 എന്ന് പറഞ്ഞാൽ 45,000 റുപ്യത്തെ. 40 എന്ന് പറഞ്ഞാൽ 40-ഉം 45 എന്ന് പറഞ്ഞാൽ 45 ആണ് കേട്ടോ. അപ്പൊ 45,000 എന്ന് പറയുമ്പോൾ 45,000 റുപ്യത്തെ. കഴിഞ്ഞ മാസത്തെ മാത്രം നിന്റെ പോക്കറ്റ് മണി 45,000 രൂപയായിരുന്നു അല്ലെ. ഒരു കുടുംബത്തിന് കഴിഞ്ഞു പോകാനുള്ള പൈസയാണത് അല്ലെ. പിछले महीने सिर्फ तुम्हारा പോക്കറ്റ് മണി 45,000 था. അതിനെന്താ വെച്ചാ പണം ചിലവാക്കാനുള്ളതല്ലേ. കണ്ട അവൻ എത്ര സിമ്പിളായിട്ടാണ് അവൻ മറുപടി കൊടുക്കുന്നത്. ഉസ്മേ ക്യാ ഹേ പപ്പ, അതിനെന്താ വെച്ചാ എന്നുള്ളതിനാണ് പറയുന്നത്. ഉസ്മേ ക്യാ ഹേ പപ്പ, അതിലെന്താ. പൈസ ഖർച്ച് കർനെ കെ ലിയെ തോ ഹേ നാ, പൈസ ചെലവാക്കാനുള്ളതല്ലേ. ഹേ നാ എന്ന് പറഞ്ഞാൽ അല്ലേ എന്ന്. പൈസ എന്ന് മണി, ഖർച്ച് കർനെ കെ ലിയെ ചെലവാക്കാനുള്ളത് അല്ലേ, പൈസ ചെലവാക്കാനുള്ളതല്ലേ. പൈസ ഖർച്ച് കർനെ കെ ലിയെ തോ ഹേ നാ, ഉസ്മേ ക്യാ ഹേ എന്ന് വെച്ചാൽ അതിനെന്താ പപ്പ. കാരണം കുട്ടികളുടെയൊക്കെ മെന്റാലിറ്റി എങ്ങനെയാ, പൈസ ഉണ്ട് അതെടുത്ത് ചെലവാക്കാനല്ലാതെ എന്തിനു വെക്കാന്. കഴിഞ്ഞ മാസം കാര്യമായ ഒന്നും നീ വാങ്ങിയില്ലല്ലോ. പിछले महीने वैसे काम का चीज कुछ भी तुम नहीं खरीदा. പിछले महीने എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മന്ത്. ഓക്കെ, കഴിഞ്ഞ മാസം. വൈസെ അങ്ങനെ നോക്കുകയാണെങ്കിൽ കാം കാ ചീസ് മീൻസ് കാര്യമുള്ള ഒരു സാധനങ്ങളോ. കാം കാ ചീസ് എന്നുള്ള ഒരു കാര്യമുള്ള ഒരു സാധനം അതിന്റെ അർത്ഥം കുച്ച് ബി ഒന്നും തന്നെ തുമ്നെയും കരുത വാങ്ങിയിട്ടില്ല. ആവശ്യത്തിനുള്ള ഒരു സാധനവും നീ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയ മെയിൻ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ല, കുറച്ച് വില കൂടിയ ഒന്നിക്കിലും സ്കൂട്ടി വാങ്ങുക അല്ലെങ്കിൽ മൊബൈൽ വാങ്ങുക അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾ. എന്നിട്ടും ഇത്ര പണം എങ്ങനെ ചിലവായി. ഫിർ ബി ഇത്തനെ പൈസ കൈസെ ഖർച്ച് കിയാ, മീൻസ് കാര്യമായിട്ടൊന്നും വാങ്ങിയിട്ടില്ല, 45,000 ചിലവാക്കിയിട്ടുണ്ട്. അപ്പോ ഇത്രയും പൈസ നീ എവിടെ ചിലവാക്കി. ഫിർ ബി എന്നിട്ടും ഇത്തനെ പൈസ ഇത്രയും രൂപ കൈസെ ഖർച്ച് കിയ എങ്ങനെ ചിലവായി. ഓക്കെ, അല്ലെങ്കിൽ എങ്ങനെ ചിലവായി ഇതൊക്കെ ആവാം. ഫിർ ബി എന്നിട്ടും ഇത്രയും പൈസ കൈസെ ഖർച്ച് കിയ എങ്ങനെ ചിലവാക്കി. സാധാരണ നമുക്ക് ഉള്ള ഒരു ഡൗട്ട് ആണല്ലോ അല്ലെ ഇതൊക്കെ. നമുക്കൊന്നും 45,000 എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങ് ചിലവാക്കാൻ പറ്റില്ല. വെറുതെ ഒരു മാർക്കറ്റിൽ ചെറിയ ഷോപ്പിംഗ്, ഒരു പാന്റോ ഷർട്ടോ അങ്ങനത്തെയൊക്കെ വാങ്ങാൻ തന്നെ ഒരു 10,000-നുള്ളിലൊക്കെ വരും ഇല്ല. അച്ഛൻ എന്തിനാ ഇങ്ങനെ കണക്ക് പറയുന്നത്. പപ്പ ക്യോ ഐസെ ഹിസാബ് കിതാബ് ബതാ രഹാ ഹൈ. കണക്ക് പറയുന്നതിന് ഹിന്ദിയിൽ പറയാണ് ഹിസാബ് കിതാബ്. ഹിസാബ് കിതാബ് എന്ന് പറഞ്ഞാൽ കണക്ക് പറയാം. വരവ് ചെലവുകളെ പറ്റിയൊക്കെ പറയുന്നതാണ് ഹിസാബ് കിതാബ്. പാപ്പ എന്ന് പറഞ്ഞാൽ അച്ഛൻ. ക്യോ എന്തുകൊണ്ടാണ്, ഐസെ ഇങ്ങനെ, ഹിസാബ് കിതാബ് ബതാ രഹ എന്തിനാണ് ഇങ്ങനെ കണക്ക് പറയുന്നത്. ഇവന്റെ അഭിപ്രായത്തില് ഇവനും വീട്ടിലൊരു മോനേ ഉള്ളൂ. അപ്പൊ ഉണ്ടാക്കി വെച്ചതൊക്കെ എനിക്കുള്ളതല്ലേ, എന്തിനാണ് ഇങ്ങനെ കണക്ക് കേൾപ്പിക്കുന്നത്, എന്നെ എന്റെ വഴിക്ക് വിട്ടുകൂടെ എന്നുള്ള മട്ടില്ല. കുട്ടികളുടെ ഒക്കെ ആറ്റിറ്റ്യൂഡ് കുറെയൊക്കെ ഇങ്ങനെ തന്നെയായിരിക്കും. പാരന്റ്സിന്റെ അടുത്ത് നല്ല പൈസ ഉണ്ടെന്നും അവർക്കറിയാം. വേറെ ആരും ഇതില് പങ്കിടാനില്ല എന്ന് തോന്നുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാവുന്നൊരു ഡൗട്ടാണിത്. എന്തിനാ അങ്ങനെ കണക്കൊക്കെ പറയുന്നത്, ഉള്ളത് എനിക്ക് ചിലവാക്കാനുള്ളതല്ലേ, ഇതെല്ലാം എനിക്കുള്ളതല്ലേ. യേ സബ് മേരാ ഹി ഹേന, ഇതെല്ലാം യേ സബ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം മേരാ ഹി ഹേന എന്റെ തന്നെയല്ലേ. അപ്പം ഇതിന് കണക്ക് പറഞ്ഞോ അത് പറയാതിരുന്നോ അത് അച്ഛൻ വെച്ചോ എന്താ കാര്യം, ഇതൊക്കെ എനിക്ക് തന്നെ ഉള്ളതാ. എന്നല്ലെങ്കിൽ നാളെ ഞാൻ തന്നെയല്ലേ ഇതൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടത്. അതാണ് എന്റെ അർത്ഥം. യേ സബ് മേരാ ഹി ഹേന, എന്റേത് തന്നെയല്ലേ. ഹി അവിടെ വന്ന കണ്ടോ അഗെയിൻ അത് ഉറപ്പിക്കുകയാണ്, ഇതൊക്കെ എനിക്കുള്ളത് തന്നെയല്ലേ. നിന്റെ പ്രതീക്ഷകൾ വളരെ കൂടുതലാണ്. തുമാര ഉമ്മീദേ ബഹോ ജാദാ ഹൈ. തുമാര എന്ന് പറഞ്ഞാൽ നിന്റെ, ഉമ്മീദ് എന്ന് പറഞ്ഞാല് പ്രതീക്ഷ കേട്ടോ. തുമാര ഉമ്മീദ് എന്ന് പറഞ്ഞാൽ നിന്റെ പ്രതീക്ഷകൾ ബഹോ ജാദാ ഹൈ വളരെ കൂടുതലാണ്. ഇവന് കുറെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. മീൻസ് ഇതൊക്കെ അച്ഛൻ ഉണ്ടാക്കി വെച്ചതും അമ്മ ഉണ്ടാക്കി വെച്ചതും വീടും പറമ്പും വണ്ടി ഇതെല്ലാം എനിക്കുള്ളതാ. അപ്പൊ ഇതിലൊന്നും വേറെ ആർക്കും കൈ കടത്താനില്ല. അപ്പൊ എനിക്ക് എന്റെ ഇഷ്ടം പോലെ ചിലവാക്കാം, ദൂർത്തടിക്കാം, എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം എന്നൊക്കെ ആണ് അവൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പൊ അച്ഛൻ പറയാ തുമാര ഉമ്മീദേ ബഹു ജാദാ ഹൈ. ഈ കുടുംബത്തിന്റെ ഭാവി നിന്റെ കൈകളിലാണ്. ഏ പരിവാർ കാ ഭവിഷ്യ തുമാര ഹാത്ത് മേ ഹൈ. പരിവാർ എന്ന് പറഞ്ഞാൽ കുടുംബാണ് കേട്ടോ. ഏ പരിവാർ എന്ന് പറഞ്ഞാൽ ഈ കുടുംബം. ഭവിഷ്യ എന്ന് പറഞ്ഞാല് ഭാവി, നിന്റെ കൈകളിലാണ്. തുമാരെ ഹാത്ത് മേ ഹൈ. ഹാത്ത് എന്ന് പറഞ്ഞാൽ കൈ, നിന്റെ തുമാരെ. ഏ പരിവാർ കാ ഭവിഷ്യ തുമാരെ ഹാത്ത് മേ, ഈ കുടുംബത്തിന്റെ ഭാവി നിന്റെ കയ്യിലാണ്. കുട്ടികളല്ലേ, കാരണം അച്ഛനും അമ്മയും പോയി കഴിഞ്ഞാൽ ശേഷം ഈ കുടുംബത്തെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്, വീടും കുടുംബവും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇവന്റെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇവൻ കുറച്ചും കൂടി ഉത്തരവാദിത്തത്തോടു കൂടി വളരണം അല്ലെ. അനാവശ്യ ചെലവുകൾ എല്ലാം ഒഴിവാക്കണം. ബേവജ കാ ഖർച്ച സബ് ബന്ദ് കർണ ഹൈ. ബേവജ
ഇപ്പം കുറച്ചു മുന്നേ പറഞ്ഞതുള്ള ഒരു കാരണമില്ലാതെ ഉള്ള ഒരു കാരണമില്ലാതെ ഇല്ലാതെയുള്ള ഖർച്ച എന്ന് പറഞ്ഞാല് ചെലവുകൾ സബ് ബന്ദ് കർണ ഹെ, എല്ലാം ഒഴിവാക്കണം. മീൻസ് ഒരാവശ്യമില്ലാത്ത ചെലവുകളൊക്കെ നീ അങ്ങ് ഒഴിവാക്കി കളയാം അല്ലെ. ശരിക്കും ഒരച്ഛൻ മകന് കൊടുക്കേണ്ട ഉപദേശം തന്നെയാണ് ഈ അച്ഛൻ കൊടുക്കുന്നത്. ഒന്നും എക്സ്ട്രാ ആയിട്ടൊന്നും പറയുന്നില്ല. എല്ലാ പേരൻസും ഇങ്ങനെ തന്നെയായിരിക്കും, മക്കൾക്ക് കുറച്ച് ഉപദേശമൊക്കെ കൊടുക്കും അല്ലെ. ചീത്ത കൂട്ടുകെട്ടുകൾ പാടില്ല. ഖരാബി ദോസ്തി നെഹിം ചെയ്യേ. ഖരാബ് എന്ന് പറഞ്ഞാല് ചീത്തയാണ്. ഖരാബി ചീത്ത. ദോസ്തി എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ട്. ദോസ്ത് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും, ദോസ്തി എന്ന് പറഞ്ഞാൽ കൂട്ടുകെട്ടുമാണ് കേട്ടോ. ദോസ്തും ദോസ്തിയും തമ്മിലുള്ള വ്യത്യാസമാണ്. ദോസ്ത് ഫ്രണ്ട്, ദോസ്തി കൂട്ടുകെട്ട്. നെഹിം ചെയ്യേ വേണ്ട, ആവശ്യമില്ല. ഖരാബി ദോസ്തി എന്ന് പറഞ്ഞാല് ചീത്ത കൂട്ടുകെട്ടൊന്നും വേണ്ട, എന്നാൽ അതൊക്കെ ഒഴിവാക്കിക്കളാം. ഈ ചീത്ത കൂട്ടുകെട്ടിലൂടെയാണ് കുറെ കുട്ടികളല്ല വലിയവരും തന്നെ മോശമാവാൻ കാരണം നമ്മുടെ ചീത്ത കൂട്ടുകെട്ടാണ്. അപ്പൊ അതങ്ങ് ഒഴിവാക്കി കളാനാണ് അച്ഛൻ പറയുന്നത്. പണത്തിന്റെ മൂല്യം മനസ്സിലാക്കണം. പൈസയ്ക്ക് കീമത്ത് സമഞ്ചേ. കീമത്ത് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ വാല്യൂ, മലയാളത്തിൽ പറയുകയാണെങ്കിൽ മൂല്യം. വാല്യൂ, മൂല്യം, ഇതിനൊക്കെ നമ്മൾ ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വേർഡാണ് കീമത്ത്. പൈസയ്ക്ക് കീമത്ത് എന്ന് പറഞ്ഞാൽ പൈസയുടെ മൂല്യം സംജേ, മനസ്സിലാക്കൂ. പൈസയുടെ മൂല്യം മനസ്സിലാക്കാൻ ഉണ്ടല്ലോ, അതിന്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓരോ പൈസ നമ്മൾ സമ്പാദിക്കുമ്പോൾ അതിന്റെ വില നമുക്ക് അറിഞ്ഞിരിക്കണം. നീ കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ പെരുമാറണം. തോടാ ഔർ ജിമ്മേദാർ ബന്നാ ഹെ. തോടാ ഔർ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ. ജിമ്മേദാർ ബന്ന എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തം ഉള്ള ആളായിരിക്കണം. ജിമ്മേദാർ ബന്ന എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള ആളായി തീരണം, കുറച്ചും കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. അതാണ് അച്ഛൻ പറയുന്നത്. തും തോടാ ഔർ ജിമ്മേദാർ ബന്ന ഹെ. ജിമ്മേദാർ ബന്ന എന്ന് പറഞ്ഞാൽ ഉത്തരവാദി ആവുക, ഉത്തരവാദിത്തമുള്ള ആളാവുക. ഓക്കെ, നീ കുറച്ചുകൂടെ ഉത്തരവാദിത്തത്തോടെ പെരുമാറണം. തോടാ ഔർ ജിമ്മേദാർ ബന്ന ഹെ എന്ന് വെച്ചാൽ ഉത്തരവാദിത്തം കുറച്ചും കൂടി കാണിക്കണം. ഇങ്ങനെ കുട്ടികളെ പോലെ പെരുമാറിയാൽ പോരാ. ജോലി എന്തെങ്കിലും തരപ്പെടുന്നത് വരെ ബിസിനസ്സിൽ സഹായിക്കണം. ജബ് തക് കോയി ജോബ് നീ മിലേഗ മുझे ബിസിനസ് മേ മദത് കർണ പടേഗ. ഈ കുട്ടി ചിലപ്പം വിദ്യാഭ്യാസമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിൽക്കുന്നയാളായിരിക്കും. ജോലി ഇല്ലാത്തതുകൊണ്ട് ജോലിയും തേടിയുള്ള നടപ്പായിരിക്കും. അന്നേരമായിരിക്കും ഇവർ ഇങ്ങനത്തെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വേണ്ടാത്ത പൈസയൊക്കെ ചെലവാക്കി കറങ്ങി നടക്കുന്നത്. അപ്പൊ അച്ഛൻ പറയുന്നത് ജബ് തക് കോയി ജോബ് നീ മിലേഗ, ജോലി കിട്ടുന്നത് വരെ, जब तक कोई जॉब नहीं मिलेगा കിട്ടുന്നത് വരെ മുझे ബിസിനസ് മേ മദത് കർണ പടേഗ, എന്നെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യണം, അച്ഛൻ്റെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യാൻ. ഞാൻ ശ്രമിക്കാം പപ്പ. മേ കോശിഷ് കരൂങ്ക പപ്പ. കോശിഷ് കർണ എന്ന് പറഞ്ഞാൽ ശ്രമിക്കുക, പരിശ്രമിക്കുന്നതിനാണ് കോശിഷ് കർണ എന്ന് പറയുക. മേ കോശിഷ് കരൂങ്ക എന്ന് പറഞ്ഞാൽ ഞാൻ ശ്രമിക്കാം പപ്പ. എന്തായാലും അവൻ നല്ലൊരു മറുപടി കൊടുത്തു. ചില കുട്ടികൾ ഇത്രയും പോലും പറയില്ല. ഇവൻ അറ്റ്ലീസ്റ്റ് ഞാൻ ശ്രമിക്കാന്ന് പറഞ്ഞു. അച്ഛൻ പറഞ്ഞത് ഇവനെ ഏറ്റിട്ടുണ്ട്. ഇവൻ അതുകൊണ്ട് നല്ലൊരു റിപ്ലൈ കൊടുത്തു. ഞാൻ ശ്രമിക്കാം, ഞാൻ ശ്രമിച്ചോളാം, അച്ഛനെ നീ നിരാശപ്പെടുത്തില്ല എന്ന മട്ടില്. ശരി മോനെ, എനിക്ക് ഇത്രയും കേട്ടാൽ മതി. ठीक है बेटा, मैं बस इतना ही सुनना चाहता हूँ. ठीक है बेटा എന്ന് പറഞ്ഞാൽ ശരി മോനെ. मैं बस, ഞാൻ ബസ് ഇത്രയ്ക്ക് മാത്രം. ബസ് ഇത്ര എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഞാൻ നിന്നിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു പോസിറ്റീവ് റിപ്ലൈ കൊടുത്തല്ലോ, ഞാൻ ശ്രമിക്കാന്നുള്ള. ചില കുട്ടികളാണ് തർക്കുത്തരം പറഞ്ഞാൽ എന്നതിന് നോക്കണ്ട, എന്നതിന് കിട്ടൂല, അച്ഛന്റെ ബിസിനസ് അച്ഛൻ നോക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്ന പിള്ളേരുണ്ട്. അപ്പൊ അക്കൂട്ടത്തിൽ വെച്ച് നോക്കുമ്പോൾ അവൻ കുറച്ച് മര്യാദക്കാരനാണ്. ठीक है बेटा, मैं इस बस इतना ही सुनना चाहता हूँ. നാളെ മുതൽ ഞാൻ അച്ഛന്റെ കൂടെ ഓഫീസിൽ കുറച്ചു നേരം ചെലവഴിക്കാം. കൽസേ മേ പാപ്പാക്കോ ഓഫീസ് മേ തോടാ ദേർ മദത് കരൂങ്ക. കൽസേ നാളെ മുതൽ, മേ പപ്പാക്കോ ഞാൻ അച്ഛനെ, ഓഫീസിൽ തോടാ ദേർ കുറച്ചു നേരം, മദത് കരൂങ്ക ഹെൽപ്പ് ചെയ്യാം എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ചെലവഴിക്കാന്ന് പറഞ്ഞാൽ കുറച്ചു നേരം ഹെൽപ്പ് ചെയ്യാം അച്ഛനെ. അച്ഛൻ ഓഫീസിൽ നാളെ മുതൽ ഞാൻ കുറച്ചു നേരം സഹായിക്കാനുണ്ടാവും. അതാണ് ഇതിന്റെ കൺക്ലൂഷൻ. ഓക്കെ, കൽസേ മേ പപ്പാക്കോ ഓഫീസ് മേ തോടാ ദേർ മദത് കരൂങ്ക. മദത് കർണ എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യുന്നതിന്, സഹായിച്ചു കൊടുക്കുക, അതിനൊക്കെ മദത് കർണ എന്ന് പറയും. ഓക്കെ, ഓഫീസ് തന്നെയാണ് പറയുക. തോടാ ദേർ എന്ന് പറഞ്ഞാൽ കുറച്ചു നേരം എന്ന് പറഞ്ഞാൽ മുഴുവൻ നേരം ഒന്നും ഇരിക്കില്ല, കുറച്ചൊക്കെ ഞാൻ വന്ന് സഹായിച്ചു തരാം. വെൽ ഡൺ മൈ ബോയ്. അപ്പൊ അച്ഛൻ കോംപ്ലിമെന്റ് കൊടുക്കുകയാണ് മോന്. വെൽ ഡൺ മൈ ബോയ്, എൻ്റെ മോന് നന്നായി, മീൻസ് മോനെ നീ നല്ലതാണ് ചെയ്യുന്നത്, നീ നല്ലതാണ് പറഞ്ഞത്. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. എൻ്റെ കണ്ടന്റ്സ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്നെ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. താങ്ക് യു.